വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു റിലേഷൻഷിപ്പിൽ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മളുടെ പാർട്ട്ണർ നമ്മളുമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ആളോട് പോയി ചോദിക്കാൻ പറ്റുമോ, നിങ്ങൾ ഞാനായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണോ എന്ന്? ഇനിയിപ്പോൾ അങ്ങനെ ചോദിച്ചാൽ തന്നെ അവർ നമുക്ക് തരുന്നത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആൻസർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ശരിക്കും ഇതൊന്നും അല്ല അതിനുള്ളൊരു വേ എന്ന് പറയുന്നത്. ഒരു വ്യക്തി നമ്മളിൽ ജെന്യൂൻ ആയിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബിഹേവിയറിൽ നിന്നും അവർ നമ്മളോട് അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു രീതിയിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ റിവീൽ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വ്യക്തിക്ക് നമ്മളോട് ഇമോഷണലി അറ്റാച്ച്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 5 സൈനുകളാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് ദേ പ്രയോറിറ്റൈസ് യു. അതായത് നമ്മളിൽ ട്രൂ ആയിട്ട് ഇമോഷണലി അറ്റാച്ച്മെന്റ് ഉള്ള ഒരു പേഴ്സൺ എപ്പോഴും അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മളായിരിക്കും. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഇപ്പം അവർ നമുക്കാണോ ഫസ്റ്റ് പ്രയോറിറ്റി തരുന്നതെന്നുള്ളത് അതിന് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു മാരീഡ് ലൈഫിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് തരുന്ന ഒരു പ്രയോറിറ്റി ഉണ്ട് അവർ. അതായത് നമ്മൾ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും അവൈലബിൾ ആയിരിക്കുക, എന്ത് തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് സീനാക്കുക, അതിന് റിപ്ലൈ തരിക, ഈ രീതിയിലൊക്കെ. ഗ്രാജുവലി നമ്മുടെ റിലേഷൻഷിപ്പ് കുറച്ച് സ്റ്റേബിളായി കഴിയുമ്പോൾ അല്ലെങ്കിൽ മാരീഡ് ലൈഫിൻ്റെ ആ ഒരു ഹണിമൂൺ സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവർ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ, അതായത് എല്ലാ ദിവസവും കുറച്ച് ടൈം നമുക്ക് വേണ്ടി അവർ മാറ്റി വെക്കുന്നുണ്ടായിരിക്കും. പിന്നെ എന്ത് കാര്യം അവർ ചെയ്യുമ്പോഴും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി, അതായത് ഫസ്റ്റ് അഭിപ്രായം ചോദിക്കുന്നത് അവർ നമ്മളോടായിരിക്കും. ഇപ്പോൾ നമ്മളും അവരും തമ്മിൽ ഇപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ, അപ്പോൾ അവർക്ക് അതിൻ്റെ ഇടയിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നോ ഫാമിലീൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കോൾസ് വരികയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കോള് ഇഗ്നോർ ചെയ്തിട്ട് നമ്മളോടായിരിക്കും അവർ സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഇത് ശരിക്കും നമുക്കൊരു മനുഷ്യനെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ പ്രയോറിറ്റി എന്ന് പറയുന്നത് അത് അയാൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അയാൾക്ക് അത്രയും താല്പര്യമുള്ള ഒരു കാര്യത്തിൽ മാത്രം അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഒരു വ്യക്തി നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി തരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ദേ ഷെയർ പേഴ്സണൽ തിങ്സ്. അതായത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് അവർക്ക് ഉണ്ടായിരിക്കും. ശരിക്കും എപ്പോഴാണ് ഒരു പേഴ്സണ് അയാളുടെ ഫീലിങ്സും ഇമോഷൻസും എല്ലാം അത്രയും ഓപ്പൺ ആയിട്ട് ഒരാളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത്? ആ ഒരു പേഴ്സൺ അത്രയും സേഫ് ആണ്, അത്രയും കംഫർട്ടബിൾ ആണ് ആ ഒരു വ്യക്തിൻ്റെ അടുത്ത് എന്നുള്ളൊരു തോട്ട് ഉണ്ടാകുമ്പോഴാണ്. സോ നമ്മുടെ പാർട്ട്ണർ നമ്മുടെ അടുത്ത് അത്രയും കംഫർട്ടബിൾ ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് അവർ അവരുടെ ഇമോഷൻസ് ആണെങ്കിലും ഫീലിങ്സ് ആണെങ്കിലും അവരുടെ പേടി, അവരുടെ വീക്ക്നെസ് ഇതെല്ലാം നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളടുത്ത് ഒരു മടിയും വിചാരിക്കാതെ വളരെ ഓപ്പൺ ആയിട്ട് അവരുടെ സങ്കടങ്ങളാണെങ്കിലും അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ പേടിയുണ്ടെങ്കിലും അതേപോലെ അവരുടെ കുഞ്ഞു കുഞ്ഞു ഇമോഷൻസ് ആണെങ്കിലും എല്ലാം നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് അവർ നിങ്ങളടുത്ത് ഹൈലി ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ്. കാരണം അവർക്ക് അത്രയും കംഫർട്ട് സ്പേസ് നിങ്ങളടുത്ത് ഉള്ളത് കൊണ്ടാണ് അവർ ഇത്രയും ഓപ്പൺ ആയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ മനുഷ്യന്മാരുടെ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സ്ഥലത്തായിരിക്കും നമ്മളുടെ ഇമോഷൻസിനെ ഒരു മടിയും കൂടാതെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമുക്ക് കരയണമെന്ന് തോന്നുകയാണ്, പക്ഷെ നമുക്ക് എല്ലാവരുടെയും മുന്നിൽ കരയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ കുറച്ച് ഇമേജ് കോൺഷ്യസ് ആവും. പക്ഷെ നമുക്ക് അത്രയും സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമുക്ക് കരയുമ്പോൾ പോലും ഒരു മടി നമുക്ക് ഉണ്ടായിരിക്കില്ല. സോ മാനസികപരമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ എപ്പോഴും സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സ്ഥലത്തായിരിക്കും അവർക്ക് അവരുടെ ഇമോഷൻസിനെ യാതൊരു മടിയും കൂടാതെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ദേ കെയർ അബൌട്ട് യുവർ ഫീലിങ്സ്. അതായത് നിങ്ങളുടെ ഫീലിങ്സിനെ അവർ കെയർ ചെയ്യുന്നുണ്ടായിരിക്കും. എന്താണ് നമ്മളുടെ ഫീലിങ്സിനെ അവർ കെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സങ്കടം വരുമ്പോൾ അവർ നമ്മുടെ കൂടെ ഇരുന്ന് സാറില്ല ടോപ്പോട്ടെ എന്ന് പറയുന്നത് മാത്രമാണോ? അല്ല.
നമ്മളുടെ മൂഡിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതായത് നമ്മളിപ്പോൾ അത്ര ഓക്കെ അല്ലാത്തൊരു ദിവസമാണെന്ന് വിചാരിക്കാം. അപ്പൊ അവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്കും അത്ര ഓക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അതെന്തുകൊണ്ടാ? അവർ നമ്മുടെ ഫീലിങ്സിനെ കെയർ ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ വളരെയധികം ഹാപ്പി ആവുന്ന ഒരു ഡേ ആണ്, നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു സമയമാണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ അവരുടെ കണ്ണിലേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്കും എത്രമാത്രം ഹാപ്പിനെസ് ഉണ്ട് എന്നുള്ളത്. അതായത് നമ്മുടെ ഹാപ്പിനെസ്സിൽ അവർ എക്സൈറ്റഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത്, അതുപോലെ നമുക്ക് സങ്കടം വരുന്ന സമയത്ത് ആ ഒരു നമ്മുടെ മൂഡിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഒക്കെ അവരെയും അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുമായിട്ട് അത്രയും ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നാലാമത്തെ കാര്യം, ദേ സ്റ്റേ ഡ്യൂറിങ് ടഫ് ടൈം. അതായത് ഇപ്പം നമ്മുടെ പാർട്ട്ണർ ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി റിലേറ്റീവ്സ് ആരും ആയിക്കോട്ടെ, നമ്മുടെ ലൈഫിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സംഭവം നടക്കുമ്പോൾ, അതായത് നമ്മുടെ ഹാപ്പിനെസ്സിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ലൈഫിൽ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ ആളുകൾ എല്ലാവരും ഒന്നും നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മുടെ പാർട്ട്ണർ നമ്മളുടെ ലൈഫിൽ എന്ത് ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിലും നമ്മളുടെ കൂടെ നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് തന്നുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു പേഴ്സണ് നമ്മളുമായിട്ട് അത്രയും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് വേറൊരാളുടെ ഹാപ്പിനെസ് നമ്മളുടെ ഹാപ്പിനെസ് പോലെ സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുക, അതുപോലെ തന്നെ വേറൊരാളുടെ സങ്കടം നമ്മളുടെ സങ്കടം പോലെ നമുക്ക് ഫീൽ ചെയ്യുക, ഇതൊക്കെ വരുന്നത് നമുക്ക് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണിന്റെ കൂടെ ആവുമ്പോഴാണ്. അതായത് നമ്മളുടെ പാർട്ട്ണർ എന്ന് പറയുന്ന ആളിന് നമ്മളിനോട് അത്രയും അറ്റാച്ച്മെന്റ്, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ സങ്കടം അവർക്ക് ഫീൽ ചെയ്യുന്നത് അവരുടെ സങ്കടം പോലെയാണ്. അതുപോലെ തന്നെ നമ്മുടെ സന്തോഷങ്ങൾ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് അവരുടെ സന്തോഷങ്ങളെ പോലെയാണ്. ഇനി അഞ്ചാമത്തെ കാര്യം, ദേ ഇൻക്ലൂഡ് യു ഇൻ ദെയർ ഫ്യൂച്ചർ. അതായത് നമ്മളുടെ ഫ്യൂച്ചറിൽ ഇപ്പം അവരെന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറയുന്ന സമയത്ത് അവരുടെ ആ ഒരു നല്ല സമയത്ത് അല്ലെങ്കിൽ ആ ഒരു നല്ല ഫ്യൂച്ചറിൽ നമ്മളെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണോ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു മാരീഡ് അല്ലാത്തൊരു കപ്പിളാന്ന് വിചാരിക്കുക, ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പം അവർ പറയാണ് നമുക്ക് ഒരുപാട് യാത്രകൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കാറ് വാങ്ങിക്കണം, അത് വാങ്ങണം, ഇത് വാങ്ങണം, അങ്ങനെ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ ആ ടൈമിൽ നിങ്ങളുടെ പാർട്ട്ണർ പറയാണ് എനിക്ക് കാറ് വാങ്ങിക്കണം, അതേപോലെ എനിക്ക് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണം, എനിക്ക് നല്ല വലിയൊരു വീട് വെക്കണം, ഈ രീതിയിലാണോ അതോ നമുക്ക് വീട് വാങ്ങിക്കണം, നമുക്ക് കാറ് വാങ്ങിക്കണം, നമുക്ക് ട്രിപ്പ് പോകണം, ഈ രീതിയിലാണോ നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളെ അവരവരുടെ ഫ്യൂച്ചറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്, നിങ്ങളുമായിട്ട് അത്രയും ഇമോഷണലി അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. സോ അവരിൽ ഒരാളായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പാർട്ടായിട്ട് തന്നെ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ടൈം വരുമ്പോൾ നിങ്ങളെ കൂടെ അതിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട്, നീ എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നിന്നെ ഞാൻ ലൈഫിൽ ഒരുപാട് വാല്യൂ ചെയ്യുന്നുണ്ട്, ഈ രീതിയിൽ ഒരാൾ നമ്മളോട് സംസാരിക്കുന്നതല്ല. അത് നമുക്ക് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരാൾക്ക് നമ്മളോട് ശരിക്കും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ വലിയ സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അത്രയും ഒബ്സർവേഷൻ സ്കില്ലുള്ള ആളുകളൊന്നും അല്ലെങ്കിൽ പോലും നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. സോ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. So it's me Rashna signing off.